സ്വാഗതം. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്ത് മെസ്സേജാണ് ഡിവൈൻ നിങ്ങൾക്കായിട്ട് നൽകാൻ പോകുന്നതെന്ന് നോക്കാം. എൻ്റെ എനർജിയുമായി കണക്റ്റ് ചെയ്തു വരുന്നവർക്ക് ഈ റീഡിങ് അക്യുറേറ്റ് ആകും. ഡോണ്ട് ലെറ്റ് യുവർ ഇമോഷൻ ഗെറ്റ് ഇൻ ദ വേ. നിങ്ങളുടെ ഇമോഷൻസ് പോകുന്ന വഴിക്ക് പോകട്ടെ, നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. ചിലപ്പോൾ ചില ഇൻറ്റ്യൂഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ചില ദ്വൈത സ്വഭാവം, ചിലരിലേക്ക് ഇരട്ട സ്വഭാവം എന്ന് പറയും, ചിലരുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ വന്ന് പെട്ടേക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ. അതെ, ജീവിതം എന്ന് പറയുന്നത് പല ചക്രങ്ങളിൽ കൂടെയും കടന്നു പോവുകയാണ്, കാലഘട്ടത്തിൽ കൂടെയും. യു ഹാവ് സ്ട്രെങ്ത് ഇൻ എ ന്യൂ ബിഗിനിങ്സ്. ദ സൈക്കിൾ റീസ്റ്റാർട്ട്സ്. ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നിങ്ങൾ കാൽവച്ചിരിക്കുന്നത്. ദ സൈക്കിൾ റീസ്റ്റാർട്ട്സ്. ജീവിതത്തിൻ്റെ കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില മാറ്റങ്ങൾ, ചില അവസരങ്ങൾ, നിങ്ങളുടെ ഭാഗ്യം, സന്തോഷം, അതുപോലെ തന്നെ ഡെസ്റ്റിനി, നിങ്ങളുടെ വിധി, അതുപോലെ കർമ്മ, ഇതിലൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഒരു കംപ്ലീഷൻ്റെ കാർഡ് കൂടെയാണത്. ഹയർ ലെവലിലേക്ക് ചിലർ എത്തപ്പെടാനുള്ള ഒരു വഴി കൂടെ ആയിരിക്കാം. സക്സസ്, ട്രൂവിൽ, സത്യസന്ധതയൊക്കെ നിങ്ങളിലേക്ക് വരാം. അപ്പോൾ സ്പിരിച്വലായിട്ട് ഉയർന്ന പറഞ്ഞവർക്ക് ഇത് ഹയർ ലെവലിലേക്ക് എത്താനുള്ള ഒരു ദിവസമോ ഇനിയുള്ള ദിവസങ്ങളോ അതിനായിട്ട് വരും എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഏസ് ഓഫ് വാൻസ്. ടേക്ക് ആക്ഷൻസ് ഓൺ യുവർ ഐഡിയാസ്. നിങ്ങളുടെ ആശയത്തിനൊത്ത് വെച്ച് നിങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ എനർജി, സ്ട്രെങ്ത്, ഫോഴ്സൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ആക്ഷൻ ചെയ്യുമ്പോൾ അതിലേക്കുള്ള ഗെയിൻ, നിങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ദ മജീഷ്യൻ. അതെ, ഒരു മാന്ത്രികനെ പോലെ നിങ്ങളുടെ ജീവിതം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാറാൻ പോകുന്നു. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഉയരങ്ങളിലേക്ക് പോകാനുള്ള കോൺഫിഡൻസോടുകൂടി മുന്നേറാനാണ് യൂണിവേഴ്സിൻ്റെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇൻസ്പിറേഷൻ, അതിനുള്ള പ്രചോദനം നിങ്ങളിൽ ഉണ്ടാകട്ടെ. അടുത്തതായിട്ട് സപ്പോർട്ട് യുവർസെൽഫ് ബിഫോർ യു ക്യാൻ സപ്പോർട്ട് അതേഴ്സ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് മുമ്പ് മറ്റുള്ളവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നേച്ചർ വിത്ത് ക്ലാം എക്സ്റ്റീരിയർ. കാം. ഒരു നല്ലൊരു ന്യായാധിപനെ പോലെ ഇരിക്കുക. ഐ ആം സോറി, പ്ലീസ് forgive me.